ഇന്നത്തെ മനോരമയിൽ നമ്മുടെ കേരളത്തെ ആശങ്കാകുലരാക്കുന്ന, കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഒന്നാം പേജിൽ അവരുടെ പ്രധാന വാർത്തയാണ്. സെക്രട്ടേറിയറ്റിന് തീ വെച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് തീ വെക്കാൻ സാധിച്ചില്ല. പകരം അവിടുത്തെ ഫയലെല്ലാം അവർ കഷണമാക്കി മുറിച്ച് ഷ്രെഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ സ്ലൈസ് ചെയ്യുന്ന മെഷീനാണ്, അതിലിട്ട് മുറിച്ച് ചാക്കിനകത്താക്കി മാറ്റിക്കഴിഞ്ഞു. എന്താണ് സംഭവം? നമ്മൾ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ഒരു വാർത്ത ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ഈ ഫയൽ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു, അത് ഇല്ലായ്മ. ഇത് ഇവർക്ക് അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിച്ചു. എങ്ങനെയൊക്കെ പണി കൊടുക്കാവോ, എവിടെയൊക്കെ പണി കൊടുക്കാവോ, മുഴുവൻ പണിയും കൊടുത്തിട്ടാണ് ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഉദ്യോഗസ്ഥ വൃന്ദം ഒന്നടങ്കം, കുറെ അന്തം കമ്പി NGO യൂണിയൻകാരല്ലാതെ ബാക്കി മൊത്തം ഇവരുടെ കൂടെ. അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ വീണ്ടും ഈ ഫയൽ ഇങ്ങനെ എല്ലാം നശിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം കാര്യങ്ങൾക്ക് ഒളിച്ചു വയ്ക്കാനുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ 29-ാം തീയതി വരെ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ ഭരണത്തിൽ വരുമെന്നാണ്. അന്ന് വൈകിട്ട് എക്സിറ്റ് പോൾ വന്നു, ഒന്നടങ്കം കേരളത്തിൽ ഭരണമാറ്റം പ്രവചിച്ചു. 10 എക്സിറ്റ് പോളും അന്ന് പറഞ്ഞത് ഭരണമാറ്റം ഉണ്ടാവുന്നത് തന്നെയാണ്. അന്ന് തുടങ്ങിയ പരിപാടിയാണിത്, ഈ നശിപ്പിക്കുക. ഈ രാത്രി കാലങ്ങളിലൊക്കെ ആൾ വരുന്നുണ്ട് പോലും. അതും ചീഫ് സെക്രട്ടറിയുടെ മുറിയോട് ചേർന്നിട്ടാണ്. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി ഇതിൻ്റെ ചാർജുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ സ്ഥലത്തിൽ അയാൾ അറിഞ്ഞിട്ടില്ലെന്നാണ്. ഒരു ബിജു എന്ന് പറഞ്ഞാൽ കെ ബിജു, പൊതുഭരണ കെ കൃഷ്ണൻകുട്ടിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകനാണ് കെ ബിജു. ആണ്, നമ്മുടെ മന്ത്രിയായിരുന്നല്ലേ പറയാൻ പറ്റും, ഇപ്പം കാവൽ മന്ത്രിസഭയാണല്ലോ. അതെ. അപ്പം അദ്ദേഹത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയില്ലെന്നാണ്. ഇവരൊന്നും അറിയാതെ ആരാണ് ഇത് ചെയ്തിരിക്കുന്നത്. സംഗതി എന്താണെന്നറിയാമോ? ബാക്കിയെല്ലാം ഫയലിംഗ് ആണല്ലോ. ഫയലിങ്ങിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ, അത് ഡിലീറ്റ് ചെയ്താൽ, അത് എഡിറ്റ് ചെയ്താൽ അതെല്ലാം ഹിസ്റ്ററി ഉണ്ട്. ഇതിനെല്ലാം ഹിസ്റ്ററി ഉണ്ട്. ആ ഫയലുകൾക്കെല്ലാം റെസ്റ്റോർ, പിന്നെ അത് റീക്യാപ്ചർ ചെയ്തെടുക്കാനുള്ള സംവിധാനം, റീഇൻസ്റ്റാൾ ചെയ്തോ റീഇൻസ്റ്റേറ്റ് ചെയ്തോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് ഈ ഫയലിംഗ് സംവിധാനത്തിൽ പോയാൽ പിന്നീട് പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിന് നോട്ട് എഴുതാൻ തുടങ്ങി. അതായത് മാനുവലായിട്ട് നോട്ട് എഴുതാൻ തുടങ്ങി. ഈ ഫയലിംഗ് സംവിധാനമൊക്കെ മാറ്റി വെച്ചിട്ട് അനധികൃത നിയമനം, വഴിവിട്ട നീക്കങ്ങൾ, ഇതെല്ലാം ഈ ഫയൽ വഴിയാണ് ചെയ്തു വെച്ചത്. ഡോക്ടർ ബി അശോക് നമുക്ക് അഭിമുഖത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ ഇവരെ തട്ടിപ്പുകളെ കുറിച്ച്, ഫയൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതികളൊക്കെ ഇവർ അങ്ങനെ ഉണ്ടാക്കി വെച്ച ഫയലുകളാണ് അവർ ഇത് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, ഇലക്ഷന് എനിക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണോ മുമ്പാണോ ഈ ഫയലിങ്ങിൽ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി അറ്റകുറ്റപ്പണിയാണെന്നും പറഞ്ഞ് ഈ ഫയലിംഗ് സംവിധാനം അടച്ചിടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. വോട്ടെടുപ്പിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നറിയാം. വോട്ടെടുപ്പിന് ശേഷം തന്നെയാണ്, ശേഷമാണ്. അപ്പോൾ അത് നമ്മൾ ഓർമ്മയില്ല. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, സെക്രട്ടേറിയറ്റിന് തീ വെക്കാൻ പിണറായിയുടെയും കൂട്ടരുടെ ശ്രമം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മൾ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതല്ല. ഉറപ്പായിട്ടും ഇവർ സെക്രട്ടേറിയറ്റിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തീ വയ്ക്കുമായിരുന്നു, ഷോർട്ട് സർക്യൂട്ടിന് തലയിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. അത് ചെയ്യാൻ പറ്റാതെ പോയത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ഈ ഫയലിംഗ് സിസ്റ്റത്തിൽ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല വേനൽ മഴ അവരെ ചതിച്ചു. സാറിന് വേനൽ മഴ ഉച്ചയ്ക്ക് ശേഷം വലിയ വലിയ ഇടി മഴയും പെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവർ ഇത് മൊത്തം വിവാദമായ സെക്രട്ടേറിയറ്റിൽ വന്ന ദൃശ്യങ്ങളും എല്ലാ കാര്യങ്ങളും അതെല്ലാം കത്തിക്കാൻ കാത്തിരുന്നതാണ്. പക്ഷെ അത് നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ ഫയലുകളല്ല, അതുപോലെ ഒരുപാട് ഫയലുകൾ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് മാറ്റിയിരുന്നു. ഏതാണ്ട് തോൽവി ഇവർ മണത്തിരുന്നു. അപ്പം തന്നെ അപകടകരമായ ഫയലുകളൊക്കെ ഇവർ മാറ്റി നശിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇവരുടെ അഴിമതിയുടെയും ഈ തട്ടിപ്പ് നടത്തിയതിൻ്റെ എല്ലാം ബന്ധു നിയമനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നിരിക്കാം. എന്നിട്ടാണ് ഇപ്പോഴും ഓരോ സൈബർ സഖാക്കൾ അല്ലെ അന്തം കമ്മികളും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് വിലപിക്കുന്നത്. നിങ്ങളെ ഇവരാഗ്രഹിക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. അറിയാം, പിണറായി വിജയനെ. അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾ അർഹിക്കുന്നില്ല. അദ്ദേഹത്തെ പോലെ തേനും പാലും ഒഴുക്കി കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് കേരളത്തിന് പറയുന്നത്. ഇതിനിടയ്ക്ക് വേറെ വലിയ രസകരമായ സംഭവം നടന്നു. ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് NGO അസോസിയേഷൻകാർ കത്ത് കൊടുത്തു, വിദ്യാഭ്യാസ വകുപ്പിൽ കുറെ പേര് സ്ഥലം മാറ്റി. അപ്പോഴത്തേക്ക് അത് കേട്ടോണം, ഇത്തരം വാർത്തകളൊക്കെ NGO യൂണിയന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഈ വാർത്ത വരുന്നു, ഇങ്ങനൊരു സംഭവം നടന്നു. നമ്മളതിന് കമൻ്റാണ് വായിക്കേണ്ടത്. ഒരു അനുകൂല കമന്റ് ഇല്ല, മൊത്തം തെറിയ. നിനക്കൊക്കെ ഇപ്പൊ ജീവൻ വെച്ചല്ലടാ എന്നാ ചോദിക്കുന്നത്. നിനക്കൊക്കെ ഇപ്പൊ സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലേ,
അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഏത് വകുപ്പ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് പോസ്റ്റ് ഇട്ടാൽ അപ്പം തെറിയ. കാരണം ഇത്രയും 10 വർഷം ഈ NGO യൂണിയൻ എന്ന് പറയുന്ന സംഘടന അവർ കാണിച്ചത്ര അടിമത്തം, അവരുടെ എത്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് നമുക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നത്, ഉറപ്പാണോ നിങ്ങളുടെ സർവേ ഉറപ്പാണോ, മാറുമോ ഇവന്മാർ മാറുമോ, ഇത് മാറിയില്ലേ ഞങ്ങളൊക്കെ പെട്ടുപോകത്തേ ഉള്ളൂ. എന്തായാലും ഈ ഭരണ കാലഘട്ടത്തിലാണ് NGO യൂണിയന്റെ തിരുവനന്തപുരം PMG ജംഗ്ഷനുള്ള ഓഫീസ് വിപുലീകരിച്ചത്. അതൊരു ഗംഭീര ഓഫീസായി. സാറിന് CPM-ന്റെ എല്ലാ പാർട്ടി ഓഫീസുകളും എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുള്ള വലിയ ബിൽഡിങ്ങുകളാണ്. അതൊരു ഇടത്തരം കെട്ടിടമായിരുന്നു. അപ്പോൾ വലിയ കെട്ടിടമാക്കിയത്, വലിയ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനൊക്കെ വന്നിരുന്നു. ഇത് അന്ന് മൈക്ക് സെറ്റ് പണങ്ങി വന്നൊരു സംശയമുണ്ട്, അങ്ങനെ എന്തോ അന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെ കഴിഞ്ഞ തവണ പോലീസിന്റെ അടി കിട്ടിയല്ലോ അതെ ഇവർക്ക് പാലക്കാട്. അപ്പൊ ഏകദേശം കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇനി ഇത് പഴയതുപോലെ ഗുണ്ടായിസമോ തെരുവിൽ സമരമായിട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് കൊടുത്തിരിക്കുന്ന ഒരു വലിയ സിഗ്നലാണ്, ഒരു വലിയ സൂചനയാണ്. ഉറപ്പായും അറിയും, ഇവരെ എടുത്തിട്ട് അടിച്ച് ശരിപ്പെടുത്തും, ഈ ഫയൽ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്നൊരു ന്യൂസ് കണ്ടത്, ഈ AD തോമസ് നിയുക്ത MLA ആലപ്പുഴ ആ MLAയും സുഹൃത്തുക്കളെ എല്ലാം കൂടെ കൂടി അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ 2 ഉദ്യോഗസ്ഥരുണ്ട്. ആ 2 എണ്ണത്തിനും പണി കിട്ടും. കാരണം അതിൽ ഒരുത്തനെ രമേശ് ചെന്നിത്തല വളർത്തിക്കൊണ്ട് വന്നതാണ്. അതാണ് എൻ്റെ പ്രശ്നം. ഇവരെല്ലാം ഈ കോംപ്രമൈസ് ചെയ്യുമ്പം ഈ എന്താണ് ഈ വടിയും കൊണ്ട് ഓടി നടന്ന് ഈ പിള്ളേരെ തലക്കടിച്ചവൻ അവൻ്റെ കയ്യിരിപ്പുണ്ട് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നതാണ്. രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ മുഖ്യമന്ത്രിമാരായിട്ട് ഇവിടെ വരരുതെന്ന് ഇവിടുത്തെ പൊതുജനം ആഗ്രഹിക്കുന്നത്. അവരെന്തുകൊണ്ട് സതീശനെ ഇഷ്ടപ്പെടുന്നു? സതീശനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അത്രേ ഉള്ളൂ. ഈ പറയുന്ന മറ്റു 2 പേര് വന്നാലും ഇവർ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കും എന്നുള്ളത് 100% രാഷ്ട്രീയം കളിക്കും. ഈ സമുദായ നേതാക്കന്മാർ ഇടപെട്ടാലും മതി. ഇവന്റെ സമുദായം നമുക്കറിയില്ല, ഈ അടിച്ചവന്റെ അവന്റെ സമുദായ നേതാവ് വിളിച്ച് പറഞ്ഞാൽ പോരെ, എന്റെ സമുദായത്തിൽ പെട്ടാനാണ് തുടരുതെന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കും. എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ മുഴുവൻ സതീശന് വേണ്ടിയാണ്. എല്ലാ ആൾക്കാരും സതീശന് വേണ്ടി രംഗത്തുണ്ട്. ഇവർക്ക് 2 പേർക്കും വേണ്ടി ആരും രംഗത്തില്ല. അപ്പം ഇതിനകത്ത് ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഏറ്റവും ആദ്യം 1 മിനിറ്റ് പോലും വൈകാതെ അന്വേഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ. അതിനുള്ള ഫയലുകളെല്ലാം ഇപ്പം നശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് CCTV ഒക്കെ കാണുമല്ലോ. ഈ സാധനം എല്ലാം ഓഫ് ചെയ്ത് എന്തായാലും ഇത് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടി വന്ന 1-2 പേരെ സസ്പെൻഡ് ചെയ്യും. എന്തായാലും ഈ നാട് ഈ 10 വർഷം കൊണ്ട് നടത്തിയ അഴിമതി കഥ മുഴുവൻ ഇവന്മാരെ അരിഞ്ഞുകൂട്ടി ഒരു ചാക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ കാപ്സ്യൂളുകൾ വരും. ഇത് കാലാവധി കഴിഞ്ഞ ഫയലുകളാണ്. അതായത് ഇതിന്റെ ഒറിജിനൽ ഇതിനകത്തുണ്ട്. എവിടെ? ഈ ഓഫീസിലുണ്ട്. ന്യായീകരണമായിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി, ഈ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടവർ പിണറായി വിജയന് ജയ് വിളിച്ചുകൊണ്ടിരുന്നവർ എന്ത് സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടാലും അതിനടിയിൽ ഒരൊറ്റ പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. ആൾക്കാർ ഒന്നടങ്കം അതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെന്നല്ല, സാധാരണ ജനങ്ങൾ ഇറങ്ങി കമൻറ്റ് ചെയ്യുകയാണ്. സാധാരണ ജനങ്ങൾ ഇറങ്ങി കമൻറ്റ് ചെയ്യുക. അത്രയ്ക്ക് കലിപ്പാണ്. ജനങ്ങളാണല്ലോ ഇവരെ കോൺഗ്രസിനെ തിരിച്ചുകൊണ്ട്, അല്ല മുഴുവൻ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തുകൊണ്ടല്ലോ. നാട്ടിലെ നിഷ്പക്ഷരായ ജനങ്ങൾ പൊറുതി മുട്ടി. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ 3 ഓൾട്ടർനേറ്റീവ് ഇല്ല. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും BJP കുറച്ചുകൂടെ നേരായ രീതിയിൽ കാര്യങ്ങൾ ഒരുക്കി കൊണ്ടുവന്നാൽ അവർക്ക് സ്കോപ്പുണ്ട്. അതെ, അവർക്ക് BJPക്ക് അടുത്ത തവണ നല്ല സ്കോപ്പുണ്ട്. അതിനുള്ള സംവിധാനം CPM തന്നെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. CPM വലിയ ഭൂരിപക്ഷ ലൈനിലോട്ട് തിരിഞ്ഞതോടെ നേരെ കൊണ്ടുപോവുക എന്നുള്ളത് BJP നേതാക്കന്മാരുടെ ചുമതല. അമിത്ഷാ നേരിട്ട് നിയന്ത്രിച്ചാൽ അത് ശരിയാകും. എന്തായാലും ശരി, സെക്രട്ടേറിയറ്റിനുള്ളിൽ സംതിങ് ഉണ്ട്, പ്രശ്നം ഉണ്ടെന്നല്ല, ഉണ്ട്. അത് നമുക്കെല്ലാം അറിയാം. കത്തിക്കാൻ കൊണ്ടുപോകണമല്ലോ. അതെ, എത്ര ഇന്നലെയൊക്കെ ഒരുപാട് പഴയ വിഷ്വൽസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട്. ഈ നൗഷാദ് MLAക്ക് മുമ്പിൽ കരയാണ്. സാറേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്, 1ാം റാങ്കുകാരൻ പോലും കൈകൂപ്പി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ള സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവുമാണ്. അപ്പൊ ഇങ്ങനെ എടുത്ത് ക്രമരഹിതമായിട്ട് എടുത്ത് സ്ഥിരപ്പെടുത്തിയ മുഴുവൻ ആൾക്കാർക്ക് ഒരു ഓഡിറ്റിംഗ് നടത്തി ഇവരെ മൊത്തം പിരിച്ചുവിടണം. അതുപോലെ ഈ ഫയല് കത്തിച്ചവന്മാരെ, ഈ ഫയല് അരിഞ്ഞുകൂട്ടി ചാക്കിലാക്കിയവരെ ഇവിടെ നടന്നിട്ടുള്ളൂ. സത്യത്തിൽ ഈ സർക്കാർ ആദ്യത്തെ 1 വർഷം ചെയ്യേണ്ടത് ഇവിടുത്തെ 10 വർഷത്തിനുള്ളിൽ നടന്ന സകല ക്രമക്കേടുകളും അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ഇനി ഒരിക്കലും ഇവന്മാർ അധികാരത്തിൽ കയറിയാൽ ഇമാര് പണി കാണിക്കുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ വളരെ കാലം കേരളം ഒന്നും ഭരിക്കാം. അടുത്ത അവരെതിരാളി BJP ആയിരിക്കും. അത്രയേ ഉള്ളൂ.